ഇന്ത്യ ന്യൂസിലാൻഡ് 2020 പരമ്പരയിലെ മൂന്നാമത്തെ മത്സരം ഇന്ത്യ ജയിച്ചു. മൂന്നാമത്തെ വർഷം ജയിച്ചുകൊണ്ട് 1-2-3 ദിവസം ജയിച്ചിട്ട് ഇന്ത്യ 2020 പരമ്പര ഇങ്ങോട്ട് എടുത്തു. ന്യൂസിലാൻഡിനോട് ഏറ്റ ഏകദിന പരമ്പരയ്ക്ക് ഒരു മറുപടിയായി ഇന്ത്യ 2020 പരമ്പരകൾ എടുത്തു. 2 മത്സരങ്ങളും ബാക്കിയുണ്ട്. അതിലൊന്ന് അവസാന മത്സരം ട്രിവാൻഡ്രത്താണ് നടക്കുന്നത്, സഞ്ജുവിൻ്റെ സ്വന്തം നാട്ടിൽ. എനിവേ പെട്ടെന്ന് പോയിന്റ് പറഞ്ഞു പോകാം. സഞ്ജു പിന്നെ നിരാശപ്പെടുത്തി. ഗോൾഡൻ ഡക്കായി, സ്റ്റമ്പ് പോയി, ആദ്യത്തെ ബോൾ തന്നെ പുറത്തായി. ഒരു നിരാശയാണ്. ഇന്ത്യ എന്തായാലും 153 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 10 ഓവർ കളി തീർത്തു. ഇന്ത്യക്ക് വേണ്ടിയിട്ട് അഭിഷേക് ശർമ്മ മിന്നും പെർഫോമൻസ്, 14 ബോളിൽ 50 റൺസ്. പിന്നെ ഇന്ത്യയുടെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് കഴിഞ്ഞ കളി എവിടെയാണ് നിർത്തിയത് അവിടെ തുടങ്ങി വീണ്ടും പിന്നെയൊരു 50 അടിച്ചു. ഇപ്പോൾ സൂര്യകുമാർ യാദവ് ഔട്ട് ഓഫ് റൺസ് എന്നുള്ളത് പറഞ്ഞത് ഇപ്പോൾ റൺസ് കണ്ടെത്തിയിരിക്കുന്നു. ബാക്ക് ടു ബാക്ക് 50s. ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് 3 വിക്കറ്റ് എടുത്തിട്ട് ബുംറ മികച്ചു നിന്നു. 2 വിക്കറ്റ് ബിഷ്ണോയി, 2 വിക്കറ്റ് ഹാർദിക് പാണ്ഡ്യ എങ്ങനെ എടുത്തിട്ട് അവരും മികച്ചു നിന്നു. പക്ഷേ സഞ്ജുവിൻ്റെ പെർഫോമൻസ് പിന്നെ നിരാശയായി. ഇനി സഞ്ജുവിന് മത്സരം കിട്ടുമെന്നറിയില്ല. ഇഷാൻ കിഷാൻ മോശമില്ലാത്ത രീതിയിൽ നല്ല പെർഫോമൻസ് നടത്തുന്നു. 2ാം മത്സരത്തിൽ അദ്ദേഹം മികച്ച മിന്നും പ്രകടനം നടത്തി. സഞ്ജു 3 മത്സരങ്ങളും പരാജയപ്പെട്ടു. ഇനി അവസാന 2 മത്സരങ്ങളിൽ അവസരം കിട്ടുമെന്നറിയില്ല. എനിവേ തിലക് വർമ്മ പരിക്കുന്ന് മാറി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ സഞ്ജുവിൻ്റെ സ്ഥാനം അങ്ങ് ബെഞ്ചിലായിരിക്കും. വേൾഡ് കപ്പിൽ സ്ക്വാഡിലുണ്ടാവും, പക്ഷേ ടീമിൽ ഉണ്ടാവും എന്നറിയില്ല. എനിവേ അവസാന മത്സരം നടക്കുന്നത് ട്രിവാൻഡ്രത്താണ്. അതിൽ സഞ്ജു ഉണ്ടാവുന്ന പ്രതീക്ഷ. പക്ഷേ എൻ്റെ മനസ്സിപ്പം പറയുന്നത് സഞ്ജു ഡെലിവർ ചെയ്യും. വരും മത്സരങ്ങളിൽ സഞ്ജു ഡെലിവർ ചെയ്യും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അപ്പോൾ അടുത്ത മത്സരങ്ങളിൽ സഞ്ജുവിന് അവസരം കിട്ടട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ.